ഗുഡ് മോർണിംഗ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ കാണിച്ചു തരാം. നമ്മൾ ചായ ഇടുന്നു. എനിക്ക് രാവിലെ ഒട്ടിക്കൾ എടുക്കുന്നു. വെള്ളം കുടി. ആദ്യം എണീക്കുമ്പോഴുള്ള വെള്ളം കുടി. വെള്ളം വേണം. എൻ്റെ കൂടെ തന്നെ ഉണ്ട്. തന്നെ നമ്മൾ ചായ ഇടുന്നു. വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കും. അപ്പോൾ ഏലക്ക ഇട്ടൊരു ചായയൊക്കെയാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ചായ റെഡിയായി, ഇനി ഇത് കുടിക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ട സ്റ്റൂ. അപ്പം അല്ല, മുട്ട സ്റ്റൂ അല്ല, മുട്ട മപ്പാസ്. എനിക്ക് രാവിലെ ടിക്കുണ്ട്. അപ്പം മുട്ട മപ്പാസ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ടാക്കാൻ തുടങ്ങുകയാണ്. മുട്ട മപ്പാസിൻ്റെ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ മുട്ട മപ്പാസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ. നമ്മുടെ കറി അങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് തക്കാളി റൈസാണ് ഇന്ന് ഇവിടെ വെക്കുന്നത്. ഓരോരോ പുതിയ പുതിയ പരീക്ഷണങ്ങളാണ്. വിജയിക്കട്ടെ അല്ലേ. കണ്ടില്ലേ, കറി ഇവിടെ ഇപ്പോൾ തിളയ്ക്കും. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ട മപ്പാസും. നമ്മുടെ തക്കാളി റൈസിനുള്ള ഐറ്റംസൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വൃത്തിയാക്കണം. 2 തക്കാളി, ഇത് സലാഡിനുള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഒരു പച്ചമുളക്. റൈസിന് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, ഇഞ്ചി, ഒരു പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടില്ലേ. ഉണ്ടോ? സലാഡിനുള്ള തക്കാളിയും സവാളയും കൂടെ നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇത് മാറ്റി വെക്കാം. കുറച്ച് കഴിഞ്ഞ് ഇതിൽ ഇച്ചിരി ഉപ്പും തൈരും കൂടി ഇട്ട് ഇളക്കിയാൽ മതി. എനിക്ക് പച്ചമുളക് ചേർക്കുന്നത് ഇഷ്ടമല്ല സലാഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് സലാഡിൽ പച്ചമുളക് ചേർക്കാത്തത്. അതിലിടാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മൾ കുക്കറിലാണ് തക്കാളി റൈസ് വെക്കുന്നത്. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പേ എടുത്തു വെച്ച പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇതിലേക്ക് ഇടാം. കൂടെ തന്നെ പെരിഞ്ജീരകം ഉണ്ട്, ഞാനത് പറയാൻ മറന്നത്. ആദ്യം ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതിടാം. നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിങ്ങനെ സവാള അതിലേക്കിടാം. അരിഞ്ഞ് വെച്ച മുഴുവൻ സവാള നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു വാടി വരുന്നിടം വരെ നമ്മൾ ഇളക്കണം. എന്നിട്ട് വേണം നമ്മൾ തക്കാളി ഇടാൻ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇടുവാണ്. ഇതും ഒന്ന് നന്നായിട്ട് വാടി നല്ല ഇതായിട്ട് നമുക്ക് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാൻ പോകും.
നമ്മളിടുന്ന മസാലപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി ഇട്ടു. ഇനി നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല കൂടെ ചേർക്കുക. ഇനി നമുക്ക് ഈ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇടാം. ഞാനിവിടെ പച്ചരിയാണ് എടുക്കുന്നത്. നമ്മൾ പച്ചരി ഇതിലേക്ക് ഇടുകയാണ്. പച്ചരി ഇലയിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പം നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടി ഇതിൽ ചേർക്കും. നമ്മളിനി ഇത് അടച്ചു വെക്കുകയാണ്. ഒരു 3 വിസിൽ വരെ പോവാം. ആദ്യത്തെ ഒരു വിസിലടിച്ചിട്ട് തീ കുറച്ച് വെക്കണം, എന്നിട്ട് 3 വിസിൽ. ഓക്കെ, നമ്മുടെ തക്കാളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് സലാഡ്, മുട്ട, ഇപ്പം ദാ ഒരു പപ്പടം കൂടെ വെക്കുക. അപ്പം ഞാനിത് കഴിച്ചിട്ട് വരാമേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.